പേർഷ്യൻ ഗൾഫിലെ പ്രതിസന്ധിക്ക് അയവ്. ജാപ്പനീസ് എണ്ണക്കപ്പൽ ഹോർമുസ് കടന്നു. മിഡിൽ ഈസ്റ്റിലെ കടുത്ത യുദ്ധസമാനമായ അന്തരീക്ഷത്തിനിടയിലും ലോകത്തിന് ആശ്വാസം നൽകിക്കൊണ്ട് ജാപ്പനീസ് എണ്ണക്കപ്പൽ സുരക്ഷിതമായി ഹോർമുസ് കടലിടുക്ക് പിന്നിട്ടു. ഏകദേശം 20 ലക്ഷം ബാരൽ എണ്ണയുമായി വന്ന ഈ ഭീമൻ ടാങ്കർ സൗദി അറേബ്യയിൽ നിന്നാണ് യാത്ര തിരിച്ചത്. ആഗോള ഊർജ്ജ വിപണിയിലെ ആശങ്കകൾക്കിടയിൽ നടന്ന ഈ നീക്കം ജാപ്പാനീസ് പ്രധാനമന്ത്രി സനെ തകായിച്ചി ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ഇറാൻ സർക്കാരിന് നന്ദി അറിയിക്കുകയും ചെയ്തു. ഇറാൻ പ്രസിഡന്റുമായി നടത്തിയ ഉന്നതതല ചർച്ചകൾക്കൊടുവിലാണ് കപ്പലിന് സുരക്ഷിതമായ പാത ഒരുങ്ങിയത്. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ജലപാതകളിൽ ഒന്നായ ഹോർമുസ് കടലിടുക്കിൽ ഇറാനും പാശ്ചാത്യ ശക്തികളും തമ്മിലുള്ള സംഘർഷം കപ്പൽ ഗതാഗതത്തെ സാരമായി ബാധിച്ചിരുന്നു. എണ്ണ വിതരണം തടസ്സപ്പെടുമെന്ന ഭീതിയോടെ വിപണിയിൽ വില വർധനവ് രേഖപ്പെടുത്തിയ ഈ സാഹചര്യത്തിലാണ് ജപ്പാന്റെ നയതന്ത്രപരമായ ഈ ഇടപെടൽ വിജയം കണ്ടത്. ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങൾ നീങ്ങുന്നതിന്റെ സൂചനയാണിതെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു. ജപ്പാന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഈ കപ്പലിന് വരവ് അതീവ നിർണായകമാണ്. ഇറാൻ പ്രസിഡന്റുമായി ജാപ്പനീസ് പ്രധാനമന്ത്രി നടത്തിയ ടെലിഫോൺ സംഭാഷണമാണ് കാര്യങ്ങൾ സുഗമമാക്കിയത്. സമുദ്രപാതകളുടെ സുരക്ഷ സംബന്ധിച്ച് ഇറാൻ നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടതിൽ വലിയ സന്തോഷമുണ്ടെന്ന് ടോക്കിയോ വ്യക്തമാക്കി. സംഘർഷങ്ങൾക്കിടയിലും നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നതിന്റെ ഉദാഹരണമായി ഈ സംഭവം മാറിയിരിക്കുന്നു. സമാധാനപരമായ അന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ ജപ്പാൻ നടത്തുന്ന നീക്കങ്ങൾക്ക് മറ്റ് ഏഷ്യൻ രാജ്യങ്ങളും വലിയ പിന്തുണയാണ് നൽകി വരുന്നത്. ഈ വിജയകരമായ യാത്രയോടെ ആഗോള വിപണിയിൽ എണ്ണ വിലയിൽ ചെറിയ തോതിലുള്ള ഇടിവ് പ്രകടമാക്കിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് വഴി വലിയ തോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ജപ്പാൻ, കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഈ നീക്കം വലിയൊരു ആശ്വാസകരമാണ്. ഇറാനുമായുള്ള ബന്ധം വഷളാക്കാതെ തന്നെ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുവാൻ ജപ്പാൻ സാധിച്ചു എന്നത് നയതന്ത്ര തലത്തിലെ വലിയൊരു വിജയമായി കണക്കാക്കപ്പെടുന്നു. ഇതോടെ മറ്റ് രാജ്യങ്ങളുടെ എണ്ണക്കപ്പലുകളും വരും ദിവസങ്ങളിൽ സുരക്ഷിതമായി ഈ പാത കടന്നു പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ജപ്പാൻ ഒരു മധ്യസ്ഥന്റെ റോളിലേക്ക് മാറുന്നതായും ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സ്വന്തം സുരക്ഷയും സാമ്പത്തിക താൽപര്യങ്ങളും മുൻനിർത്തിക്കൊണ്ട് എല്ലാ കക്ഷികളുമായും സൗഹൃദം പുലർത്തുന്ന സമീപനമാണ് ജപ്പാൻ സ്വീകരിച്ചു പോരുന്നത്. ഈ കപ്പലിന്റെ സുരക്ഷിത യാത്ര പേർഷ്യൻ ഗൾഫിലെ സമുദ്ര സുരക്ഷയിൽ വലിയൊരു അധ്യായം തന്നെയാണ് തുറന്നിരിക്കുന്നത്. വരും ആഴ്ചകളിൽ കൂടുതൽ കപ്പലുകൾ ഈ പാത തുറന്നു കൊടുക്കുമോ എന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഇപ്പോൾ തന്നെ RGBS ന്യൂസ് ഫോളോ ചെയ്യുക. താങ്ക്